ഹലോ എവരിവൺ, എല്ലാവർക്കും മോഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്തമാറ്റിക്സ് ഓണം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മാത്സ് ആണ് ചെയ്യുന്നത്. മലയാളം മീഡിയക്കാർക്കുള്ള ഗണിതം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മലയാളം മീഡിയം കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മലയാളം മീഡിയത്തിൻ്റെ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം കൂട്ടുകാർക്ക് ഇതുപോലെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുൻഭാഗം ഉണ്ടായിരിക്കുക. അവിടെ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളിടത്ത് കൂട്ടുകാർ നിങ്ങളുടെ പേര് എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളിടത്ത് സ്കൂളിൻ്റെ പേര്, ഡിവിഷൻ എന്നുള്ളിടത്ത് കൂട്ടുകാരുടെ ക്ലാസ് ഡിവിഷൻ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ്. കംപ്ലീറ്റ് ദി പിക്ചർ ഓഫ് ദി ഹൗസ് ആൻഡ് കളർ ഇറ്റ്. നമുക്ക് താഴെ ഒരു വീടിൻ്റെ പിക്ചർ തന്നത് കണ്ടോ. ആ പിക്ചർ മക്കളെടുത്ത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിനുശേഷം അതിന് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയായിരിക്കും നിങ്ങൾക്കുള്ള ഒരു ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പിക്ചർ വരച്ചിട്ട് അതിന് കളർ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ എക്സാമിനും പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കളർ പെൻസിൽ കരുതുക കേട്ടോ. നമുക്കിതുപോലെ കളർ ചെയ്യാനും വരയ്ക്കാനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആ ഒരു ഹൗസിൻ്റെ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം മക്കൾ, അത് കളർ ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ആ പിക്ചറിൽ ഓരോ ഷേപ്സും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ മക്കളെ, കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് ഷേപ്സ്. 3 ഷേപ്സ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഷേപ്സ് ഏതൊക്കെയാണ്? സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ 3 ഷേപ്സും ഉൾപ്പെടുന്ന ഒരു പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഷേപ്സും എത്ര എണ്ണം വീതമാണുള്ളത് എന്ന് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്പേസിൽ ഏതാണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എത്ര സർക്കിൾസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെയുള്ള ചെറിയ സർക്കിൾ കൗണ്ട് ചെയ്താലോ. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 അല്ലേ. പിന്നെ ഇവിടെ 6 7 8 9, ഈ ചെറുതെന്താവും 10 അല്ലേ. പിന്നെ ഈ ഫേസിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ അതെന്താവും 11 അല്ലേ. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമായി മക്കളെ? പിന്നെ നമ്മുടെ 2 കണ്ണുണ്ടല്ലോ. അപ്പോൾ എത്രയാണ്? 12, അതുപോലെ തന്നെ 13 അല്ലേ. 13 എണ്ണം വരും അല്ലേ. സർക്കിൾസ് എത്ര വരും? 13 എണ്ണം വരും. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് കൗണ്ട് ചെയ്യേണ്ടത്? റെക്റ്റാങ്കിൾ ആണ് കൗണ്ട് ചെയ്യേണ്ടത് അല്ലേ. എണ്ണിക്ക് എത്രയുണ്ട്? ഇവിടെ 1, ഇതൊന്ന്, ഇവിടെ വരുമ്പോൾ 2, ഇത് 3 4 അല്ലേ. 1 2 3 4 5 6 7 8 അല്ലേ. അപ്പം ടോട്ടൽ എത്രയായി? 8 റെക്റ്റാങ്കിൾസ് ഉണ്ട് അല്ലേ. ഓക്കെ മക്കളെ, 8. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്നുണ്ട് അല്ലേ, 9 ആയി. ഓക്കെ, അപ്പം എത്രയാണ്? 9 റെക്റ്റാങ്കിൾസ് ആയി. മക്കളൊന്ന് കറക്റ്റ് ചെയ്ത് എണ്ണി നോക്കണേ. വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ ഷേപ്സും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് വേണ്ടത്? ട്രയാങ്കിൾ ആണ് വേണ്ടത് അല്ലേ. എത്രയുണ്ട്? ഇവിടെ 1 2, പിന്നെ എവിടെയാണുള്ളത്? 3 4 അല്ലേ. അപ്പോൾ ആകെ എത്രയേ ഉള്ളൂ? 4 ട്രയാങ്കിൾസേ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ എഴുതാം കേട്ടോ. അപ്പോൾ സർക്കിൾസ് നമുക്ക് എത്ര കിട്ടി? 13 എന്ന് കിട്ടി. റെക്റ്റാങ്കിൾ 9 എന്ന് കിട്ടി. ട്രയാങ്കിൾ എത്ര കിട്ടി? 4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഓരോ ഷേപ്സും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്ത് എഴുതി അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് കൂട്ടുകാരൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അല്ലേ. ആക്ടിവിറ്റി 2, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. ആക്ടിവിറ്റി 2 എന്താണ്? ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. നോക്കിക്കേ, കംപ്ലീറ്റ് ദി മിസ്സിംഗ് കോളംസ്. നമുക്ക് മിസ്സിംഗ് കോളം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ആദ്യം ഒന്ന് നമുക്ക് അവിടെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, ആദ്യത്തെ ആ ഒരു കട്ടയിൽ എത്ര ടെൻസ് ഉണ്ട്? 1 2 3 അല്ലേ. 3 ടെൻസ് ഉണ്ട്. എത്ര വൺസ് ഉണ്ട്? 1 2 3 4, 4 വൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് അവിടെ സംഖ്യ വരുന്നത്? എത്രയാണ്? 34 ആണ് അല്ലേ. 3 ടെൻസും 4 വൺസും ചേർന്ന് നമുക്കറിയാം എത്രയാണ്? 34 ആണ് ആൻസർ വരെ. ഇനി നോക്കിക്കേ, സെക്കൻഡ് വൺ എന്താണ് തന്നത്? ഇവിടെ എത്രയാണുള്ളത്? ഒരു 10 ആണുള്ളത് അല്ലേ. എത്ര വൺസ് ഉണ്ട്? 1 2 3 4, 4 എണ്ണം ഉണ്ട് അല്ലേ. എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പം ഒരു 10ഉം 4 ഒന്നുകളും 4 വൺസും ചേർന്നാൽ എത്രയാണ് മക്കളെ? 14 ആണ് വരിക അല്ലേ. എത്രയാണ് വരിക? 14 ആണ് വരിക, 14 ആണ് വരിക. ഇനി അടുത്ത് നോക്കിക്കേ, എത്ര ടെൻസ് ഉണ്ട്?
2 ടെൻസ് ഉണ്ട് അല്ലേ? എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ് ഉണ്ട്. വൺസ് എത്രയാണ് നമുക്ക് അവിടെ തന്നിട്ടില്ല. വൺസ് ആണ് നമ്മൾ അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ടോട്ടൽ നമ്പർ എത്രയാണ് തന്നിട്ടുണ്ട്. എത്രയാണ്? 23 ആണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്കറിയാം 2 ടെൻസ് ചേർന്നാൽ എത്രയാണ്? 2 ടെൻസ് ചേർന്നാൽ 20 ആണ്. നമുക്കറിയാലോ 2 ടെൻസ് ചേർന്നാൽ 20 ആണ്. നമുക്കിവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 23 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അത് 20 എന്നുള്ളത് 23 ആവണമെങ്കിൽ അതിൽ എത്ര വൺസ് ആഡ് ചെയ്യണം? 3 വൺസ് ആഡ് ചെയ്യണം അല്ലേ? അതായത് ഇവിടെ എത്ര വൺസ് ആഡ് ചെയ്യണം? 1 2 3 വൺസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് സംഖ്യ കിട്ടുക? 23 കിട്ടുക അല്ലേ? 23 എന്നുള്ളത് കിട്ടുക. ഓക്കെ മക്കളെ, ഇനി അടുത്തത് നോക്കിക്കേ. നമുക്കവിടെ ടോട്ടൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ എത്ര വൺസ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അല്ലേ? 4 വൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 44 ആണ് നമ്പർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ടെൻസ് വേണം? എത്ര ടെൻസ് വേണം? 4 ടെൻസ് വേണം അല്ലേ? 4 ടെൻസ് ചേർന്നാൽ എത്രയാവും സംഖ്യ? 14 ആവും അല്ലേ? 14 ആവും. 14 പ്ലസ് 4 വൺസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 എന്ന് കിട്ടും അല്ലേ? 44 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. അവിടെ നമുക്ക് വൺസിൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് ടോട്ടൽ നമ്പർ വരുന്നത്? 36 ആണ് വരുന്നത്. എത്ര വൺസ് ഉണ്ട് അവിടെ? 6 വൺസ് ഉണ്ട് അല്ലേ? 6 വൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ടെൻസ് വേണം? എത്ര ടെൻസ് വേണം? 36 ആവണമെങ്കിൽ അതെ 3 ടെൻസ് വേണം അല്ലേ? നമുക്കറിയാം 3 ടെൻസ് ചേർന്നാൽ 13 ആണ്. അതിലേക്ക് 6 വൺസ് കൂടി ചേർന്നാൽ എത്ര കിട്ടും നമുക്ക്? 36 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കാണുക കേട്ടോ. ഫസ്റ്റ് മുതൽ ഒന്നുകൂടി കാണണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എല്ലാ സംഖ്യകളും കിട്ടിയില്ലേ? ഇനി നമ്മുടെ എന്താണ് പറഞ്ഞത്? റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് നമ്മളിപ്പോൾ അവിടെ കണ്ടെത്തിയില്ല കുറേ നമ്പേഴ്സ്. ഇതൊക്കെയാണ് 34 14 23 44 36. ആ നമ്പേഴ്സിനെ സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. അതായത് ഏറ്റവും ചെറിയ നമ്പർ ഫസ്റ്റ് എഴുതാനാണ്, അതിനുശേഷം അതിനേക്കാൾ കുറച്ചും കൂടി വലുത്, അങ്ങനെ ആ രീതിയിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം അങ്ങനെ എത്തുന്ന സമയത്ത് നമുക്ക് ആദ്യം ഏത് നമ്പർ എഴുതാം? കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്? അതെ 14 ആണ് അല്ലേ? 14 ആണ്. അപ്പം നമുക്ക് ആദ്യം ഏത് എഴുതാം? 14 എഴുതാം. അതിനുശേഷം പിന്നെയുള്ളതിൽ ചെറുതേതാണ്? 23 ഉണ്ട് അല്ലേ? ഓക്കെ, 23 നമ്മൾ എഴുതി. അതിനുശേഷം പിന്നെ ഏതാണുള്ളത്? 23 കഴിഞ്ഞാൽ 34 ഉണ്ട്. 34 കഴിഞ്ഞാൽ 36 ഉണ്ട്. 36 കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ ഏതാണ് വരുന്നത്? 44 ആണ് വരുന്നത് അല്ലേ? 14 23 34 36 44 ഈ ഓർഡറിലാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം അതും വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ആക്ടിവിറ്റി ആയിരുന്നല്ലേ? എല്ലാ മക്കൾക്കും കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മോഡലിൽ നിങ്ങൾ ക്ലാസ്സിലൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആവാനായിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. Who am I? Find me and write on the flower pot. Write about me on flowers also. ഓക്കെ മക്കളെ, എന്താണ് ചോദ്യം? ഫൈൻഡ് മീ ആൻഡ് റൈറ്റ് ഓൺ ദി ഫ്ലവർ പോട്ട്. ഞാൻ ആരാന്ന് കണ്ടെത്തിയിട്ട് അതിനെ എവിടെ എഴുതാൻ? ഫ്ലവർ പോട്ടിൻ്റെ മുകളിൽ എഴുതണം. അതുപോലെ തന്നെ റൈറ്റ് അബൌട്ട് മീ ഓൺ ഫ്ലവേഴ്സ് ഓൾസോ. എന്നെക്കുറിച്ച് എവിടെയും എഴുതണം, ഫ്ലവേഴ്സിൻ്റെ മുകളിലും എഴുതണം. അപ്പം നോക്കിക്കേ, നമുക്ക് ഫ്ലവേഴ്സിൻ്റെ മുകളിൽ തന്നിട്ടുള്ള കുറച്ച് ക്ലൂസ് വെച്ചിട്ട് ആദ്യം അത് ആള് എന്നത് ഫൈൻഡ് ചെയ്യുക അല്ലേ? അപ്പോൾ നോക്കൂ, ഫസ്റ്റ് നമുക്കൊരു ക്ലൂ തന്നിട്ട് എന്താ? ബിറ്റ്വീൻ 31 ആൻഡ് 33. എന്താണ്? ബിറ്റ്വീൻ 31 ആൻഡ് 33. ഞാൻ 31നും 33ക്കും ഇടയിലുള്ള ആളാണ്. അങ്ങനെയുള്ള ആൾ ആരാണ് മക്കളെ? യെസ്, നമുക്കറിയാലോ ആരാണ്? 32 ആണ്. അപ്പം ഈ ഫ്ലവറിൻ്റെ പോട്ടിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 32 ആണ് എഴുതേണ്ടത് അല്ലേ? ഓക്കെ, ഇനി ബാക്കി ഫ്ലവേഴ്സിൻ്റെ മുകളിൽ എന്താണ് തന്നത്? 2 മോർ ദാൻ 30 അല്ലേ? 30നേക്കാൾ 2 കൂടുതലാണെന്നാണ് പറഞ്ഞത്. 30നേക്കാൾ 2 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് സംഖ്യ വരുന്നത്? 32 അല്ലേ? ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലൂ തന്നെ. പിന്നെ തേർഡ് വൺ നോക്കിക്കേ, 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 2 അല്ലേ? 3 ടെൻസ്. അതുപോലെ തന്നെ 2 കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്?
32 ആണ് അല്ലേ? വെരി ഗുഡ്. 32 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് അല്ലേ? അടുത്ത് നോക്കിക്കേ, 4 ലെസ് ദാൻ 36. എന്താണ് 4 ലെസ് ദാൻ 36 എന്ന് പറഞ്ഞാൽ 36-നേക്കാൾ 4 കുറവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 36-നേക്കാൾ 4 കുറവ്. നോക്കിക്കേ, 32 എന്ന് പറയുന്ന സംഖ്യ 36-നേക്കാൾ 4 കുറഞ്ഞ സംഖ്യയല്ലേ 32 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 32നെ കുറിച്ചിട്ട് ആ ഫ്ലവേഴ്സിൽ എഴുതണം. നമുക്ക് എന്തൊക്കെ എഴുതാം? എന്തൊക്കെ എഴുതാം മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമുക്ക് വേണമെങ്കിൽ 35-നേക്കാൾ 3 കുറവ് എന്ന് എഴുതാം അല്ലേ? 3 ലെസ് ദാൻ 35 എന്ന് എഴുതാം. 3 ലെസ് ദാൻ 35 എന്നുള്ളത് ഒന്ന് നമുക്ക് എഴുതാം കേട്ടോ. 3 ലെസ് ദാൻ 35. 3 ലെസ് ദാൻ 35 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്ലവറിൽ എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ മക്കൾ എന്ത് ചെയ്യുക? കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് 40-നേക്കാൾ 8 കുറവ് എന്നുള്ള കാര്യം എഴുതാം അല്ലേ? 40-നേക്കാൾ 8 കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ് സംഖ്യ വരിക? 32 വരിക അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? 8 ലെസ് ദാൻ 14 എന്ന് എഴുതാം അല്ലേ? 8 ലെസ് ദാൻ 40 എന്ന് എഴുതാം. അതുപോലെ നമുക്ക് എന്തെഴുതാം? 20-നേക്കാൾ 12 കൂടുതലാണ് എന്ന് എഴുതാം അല്ലേ? 20-നേക്കാൾ 12 കൂടുതലാണ്. 20-ലേക്ക് 12 ആഡ് ചെയ്യും. അതായത് 20 + 12 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? 12 മോർ ദാൻ 20. 12 മോർ ദാൻ 20 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്ലവറിൽ എഴുതി കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം? 32 ആൻസർ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് കേട്ടോ. ടീച്ചർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളൊരു സ്പെഷ്യൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി 3 ക്ലാസ്സുകൾ ട്യൂഷൻ പോലെ നമ്മൾ നൽകുന്നതായിരിക്കും. നമ്മൾ സ്കൂളിലുള്ള കാര്യങ്ങളും ചാപ്റ്റർ വൈസ് റിവിഷനും കാര്യങ്ങളും എല്ലാം ആ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെ നിങ്ങൾക്ക് 89 റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.